ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ കേട്ടോ. ഇത് നത്തോലി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1/4 കിലോ നത്തോലി കഴുകി വൃത്തിയാക്കിയത്. ഇതിലേക്ക് ആദ്യമേ കുറച്ച് മസാല പുരട്ടി വെക്കണം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 4 വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചത്, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ വിനാഗിരി. ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. അപ്പോൾ വിനാഗിരി ചേർത്തിരിക്കുന്നതുകൊണ്ട് അത് മതിയാകും. ഇതുപോലെ ഇങ്ങനെ മസാല പരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. മീൻ മുക്കി വറക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ മൈദ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഞാൻ ചേർത്തിരിക്കുന്നത് പുട്ടിൻ്റെ പൊടിയാണ്. 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഉപ്പ് ആവശ്യത്തിന്. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്കായിട്ടുള്ള ബാറ്റർ ആക്കണം. ഇതുപോലെ ആട്ടോ, നല്ല കുറുകിയ മാവാണ്. എന്നാൽ മാത്രമേ നമ്മൾ മീനിനകത്ത് മുക്കി പൊരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്ത് പിടിച്ചിരിക്കത്തുള്ളൂ. ഇനി അഥവാ വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ഒന്ന് ചേർത്താൽ മതി. ഇനി ഒരു നല്ല കുഴിയുള്ള പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായോ നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഈ മാവിലേക്ക് മുക്കിയിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ വറുക്കുന്ന പോലെ തന്നെ ഇത് വറുക്കാം. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം എണ്ണ ഒഴിക്കാനായിട്ട്. ഓരോന്നും ഇങ്ങനെ ഇതിലിട്ടിട്ട് ഇങ്ങനെ ഇടാം. മീഡിയം ഹീറ്റിലേക്ക് മാറ്റണം, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. നമ്മൾ മീൻ ഇടുമ്പോൾ എണ്ണയുടെ അടിയിലേക്ക് പോകും. അപ്പോൾ അതൊന്ന് ചട്ടുകം വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഇത് 2 സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാം. നത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് നല്ല ക്രിസ്പിയാണ്. ഇത് സ്റ്റാർട്ടറായിട്ടും അപ്പറ്റൈസറായിട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ഫിഷ് ഫ്രൈ ആട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.